ഹല്ലേലൂയായിരുന്ന നെഹെമ്യ 2:10. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോന്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഈശോയെ സ്നേഹം നിറഞ്ഞവരെയും പ്രവാസത്തിന് ശേഷം തിരികെ വന്ന ഇസ്രായേൽ ജനസമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പരാധീനതകളും നഗരത്തിൻ്റെ തകർച്ചകളും ഒക്കെ കണ്ട് നെഹെമ്യ പ്രവാചകൻ, അദ്ദേഹം അന്നത്തെ അർത്താസക്സ് രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. രാജാവിൻ്റെ സന്നിധിയിൽ തൻ്റെ നഗരത്തിൻ്റെ ദുരവസ്ഥകളെപ്പറ്റി, സമൂഹത്തിൻ്റെ ദുരവസ്ഥകളെപ്പറ്റിയും ഒക്കെ പറഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തിന് തൻ്റെ രാജ്യം പുനരുദ്ധരിക്കുവാൻ, അതിനെ തിരികെ നിർമ്മാണം നടത്തുവാനായിട്ടുള്ളൊരു അധികാരം കൊടുക്കുമ്പോൾ അതിനെതിരെ അസന്തുഷ്ടരായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയായും അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈശോസ്നേഹം നിറഞ്ഞവർ, ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ മുതിർന്ന വ്യക്തികളുമൊക്കെ വിശുദ്ധ കുർബാനകളും ആരാധനകളും ഒക്കെ അവനവൻ്റെ സമൂഹത്തിന് വേണ്ടി ഒന്നിച്ച് കൂട്ടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെതിരെ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്ന, അതിനെതിരെ തിന്മ പരത്തുന്ന, അതിനെതിരെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിദ്വേഷ പ്രകടനങ്ങൾ നടത്തുന്ന സമൂഹത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ആണെങ്കിലും അതിനെതിരെ പ്രവർത്തിക്കുന്ന, പ്രതിഷേധിക്കുന്ന ഒരു ജനസമൂഹം ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഇവരെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് അനുതപിക്കാം, പശ്ചാത്തപിക്കാം. നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ നന്മയാണ്, ജനസമൂഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ജനസമൂഹത്തിന് നന്മയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാകുവാൻ വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ അനുതപിച്ച് പശ്ചാത്തപിക്കാം. ആമേൻ. ഈശോവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Follow the Word of God.